തവണ കൂടുതൽ ക്രൈസ്തവ വോട്ടുകൾ കിട്ടുമെന്നാണ് കെ സുരേന്ദ്രൻ ബി.ജെ.പി. അധ്യക്ഷന്റെ വാദം. ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വലിയ രീതിയിൽ സ്വതന്ത്ര ചിന്താഗതിയുണ്ട്. ഇതുവരെ കിട്ടാതിരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ ഇത്തവണ ബി.ജെ.പിക്ക് കിട്ടും. എസ്.ഡി.പി.യും പി.ഡി.പിയും ജമാഅത്തെ ഇസ്ലാമിയും ഒരേ ചിന്തയുള്ളവരാണ്. ഇവരെ വെള്ളപൂശുകയാണ് ഇടത് വലതു മുന്നണികൾ. ഈ നിലപാട് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വലിയ വികാരം ഉണ്ടാക്കിയെന്നും കെ സുരേന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ഏറ്റവും അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് വലിയ പ്രതീക്ഷയുമായി ബി.ജെ.പി. നിൽക്കുകയാണ്. എനിക്കൊപ്പം ഉള്ളത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ്. സ്വാഗതം ശ്രീ കെ സുരേന്ദ്രൻ. ഈ ക്രൈസ്തവ വിഭാഗങ്ങളുമായി പലതരത്തിൽ അടുക്കാനുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ പല ബിഷപ്പുമാരും അടുപ്പത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് ഇന്നും ഇപ്പോൾ ദീപികയുടെ മുഖപ്രസംഗം പ്രധാനമന്ത്രിക്കെതിരെ അടക്കം പറയുകയാണ് ദീപിക ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇലക്ട്രൽ ബോണ്ട് വിഷയം, അതേപോലെ ഈ ഉധംപൂരിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം, അത് ഈ മതം ഉപയോഗിച്ചുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നതടക്കം ഒരു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഒരു നിരന്തര പ്രചരണത്തിലേക്ക് ദീപിക തെരഞ്ഞെടുപ്പ് കാലത്ത് എത്തി എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതിനെതിരായി ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം വേറെയുണ്ട്. നമ്മളിപ്പോ ഒരു എല്ലാത്തിന്റെ അട്ടിപ്പേർ ഏതെങ്കിലും ഒരു വ്യക്തിക്കാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലാണെന്നോ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നത്? ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വലിയ സ്വതന്ത്ര ചിന്താഗതിയുണ്ട്. ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് പൂർണ്ണമായിട്ടും UDF-നായിരുന്നു. നമ്മുടെ മുമ്പിലുള്ള വസ്തുതയാണത്. നമ്മുടെ യാഥാർത്ഥ്യവും പിന്നെ സങ്കല്പവും അല്ല, യാഥാർത്ഥ്യം അതാണ്. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ കെ മാണിയുടെ പാർട്ടിയൊക്കെ ഇപ്പുറത്തേക്ക് പോവുകയും മാറ്റങ്ങളൊക്കെ വരികയും ചെയ്തു. കുറച്ച് ഷെയർ അവർക്ക് കിട്ടി LDF-ന്. അതായത് UDF-ന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നും കിട്ടി. അതും ശരിയാണ്. എന്നാൽ ഇത്തവണത്തെ വ്യത്യാസം ബി.ജെ.പിക്കും NDA-ക്കും അത്തരത്തിലുള്ള ഷെയർ കിട്ടും എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാതിരുന്ന ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ ഒരു ഷെയർ ഇത്തവണ ഞങ്ങൾക്കും കിട്ടും. അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായി ക്രിസ്ത്യൻ വോട്ടുകൾ പോകുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഞാൻ വളരെ വ്യക്തമായും പറയുന്നു, ഇത്തവണ LDF-നും UDF-നും മാത്രമല്ല NDA-ക്കും ക്രൈസ്തവ വിഭാഗത്തിന്റെ വലിയ പിന്തുണ കിട്ടും. അതിൽ യാതൊരു സംശയമില്ല. അത് എത്ര പ്രതീക്ഷിക്കുന്നുണ്ട് ശ്രീ കെ സുരേന്ദ്രൻ? അത് ഓരോ മണ്ഡലത്തിലെയും വിജയസാധ്യതയ്ക്ക് അനുസരിച്ചാണ്. അതായത് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലെല്ലാം അത് മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് കിട്ടും. ഒട്ടും വിജയസാധ്യത ഇപ്പൊ 3 കാറ്റഗറിയിലാണ് ഇവിടെ നടക്കുന്ന മത്സരങ്ങളെല്ലാം. ഒന്ന് NDA-യും LDF-ഉം തമ്മിൽ ചില മണ്ഡലങ്ങളിൽ, ചില മണ്ഡലങ്ങളിൽ NDA-യും UDF-ഉം തമ്മിൽ, ചില മണ്ഡലങ്ങളിൽ LDF-ഉം UDF-ഉം തമ്മിൽ. ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് LDF-ഉം UDF-ഉം തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലൊക്കെ കിട്ടുന്ന ശതമാനം എത്രയാവോ അതല്ല ഇവിടെ വിജയസാധ്യത കൂടുതലുള്ള മണ്ഡലങ്ങളിൽ, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നോക്കിയിട്ടാണ്. PDP-യുടെ പിന്തുണയെ കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നത് SDP-യുടെ പിന്തുണയും PDP-യുടെ പിന്തുണയും ഒരുപോലെ കാണേണ്ടതല്ല. പ്രത്യേകിച്ച് UDF-ഉമായി SDP നേരത്തെ ഒരു ഡീൽ ഉണ്ടാക്കിയ ശേഷമാണ് SDP അങ്ങനെ ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ രണ്ട് വിഷയങ്ങളും? ജി ശ്രീജിത്താണ് കെ സുരേന്ദ്രനുമായി സംസാരിച്ചത്. ജി ശ്രീജിത്ത് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ കെ സുരേന്ദ്രൻ ഇത്ര ആർജവത്തോടുകൂടി ഇത്രമാത്രം ഉറപ്പോടുകൂടി ക്രിസ്ത്യൻ വോട്ടുകൾ അത് കൂടുതൽ ബി.ജെ.പിയിലേക്ക് എത്തുമെന്ന് പറയുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ശ്രീജിത്ത് ചോദിച്ചതുപോലെയും ദീപികയുടെ മുഖപ്രസംഗം വരുന്നത് ബി.ജെ.പിക്കെതിരെ. അത് ആ ഒരു മുഖപ്രസംഗത്തിനുള്ള മറുപടി എന്നാണോ കരുതേണ്ടത്? മുഖപ്രസംഗം മാത്രമല്ല എൽദോ, ഇക്കാര്യത്തിലുള്ളത് ഈ പല വിഷയങ്ങൾ, ഇപ്പോൾ മണിപ്പൂർ വിഷയമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തൃശൂർ രൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ മുഖപ്രസംഗങ്ങൾ വന്നിരുന്നു. പക്ഷെ അത് രൂപത തള്ളിക്കളയുന്ന സാഹചര്യം വന്നിരുന്നു. അത് തന്നെ ക്രൈസ്തവ സഭയ്ക്കിടയിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ രൂപപ്പെടാറുണ്ട്. ഇപ്പം മാനന്തവാടി ബിഷപ്പ് തന്നെ കെ സുരേന്ദ്രന് അനുകൂലമായി സംസാരിച്ചു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇങ്ങനെ വിവിധ വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പത്രം എഴുതിയതുകൊണ്ട് മാത്രം ക്രൈസ്തവ ജനവിഭാഗത്തിന്റെ അട്ടിപ്പേറ് അവർക്കില്ല എന്നാണ് കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ചിന്താഗതിയുണ്ട്. കേരളത്തിൽ ഒന്നാകെ ബി.ജെ.പിക്ക് ക്രൈസ്തവ വോട്ടുകൾ കിട്ടും എന്നൊന്നും സുരേന്ദ്രൻ പറയുന്നില്ല. ഈ പല കാറ്റഗറി മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ബി.ജെ.പി ജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ക്രൈസ്തവ വോട്ടുകളിൽ ഒരു വിഭാഗം, അത്
പൂർണ്ണമായും കിട്ടുമെന്ന് സുരേന്ദ്രൻ അവകാശപ്പെടുന്നില്ല. സാധാരണഗതിയിൽ ഇത് കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളാണ്. തൊട്ടിപ്പുറത്ത് ജോസ് കെ മാണി വിഭാഗം വന്നപ്പോൾ LDFന് ആ വോട്ടുകൾ കുറച്ചെങ്കിലും മധ്യകേരളത്തിൽ കിട്ടാൻ തുടങ്ങി. ആ വോട്ടുകളിൽ ഒരു വിഭാഗം തങ്ങൾക്ക് ലഭിക്കും. അത് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ തങ്ങളുടെ ജയം ഉറപ്പിക്കാൻ പര്യാപ്തമാണ് അത്തരം വോട്ടുകൾ എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. മാത്രവുമല്ല, ഈ സമീപകാലത്തുണ്ടായ പല വിവാദങ്ങളും, ഈ കേരള സ്റ്റോറി വിവാദം, അങ്ങനെ ആ സിനിമയ്ക്കെതിരെ പ്രതികരിച്ചവർ മറ്റു പല വിഷയങ്ങളിലും പ്രതികരിച്ചില്ല. ഇത് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലും ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിലും ഇത്തരം ചർച്ചകൾ സജീവമാണ്. അത് ഒരു പൊളിറ്റിക്കൽ വോട്ടായി BJPക്ക് മാറും എന്നാണ് സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നത്. തൃശ്ശൂരും തിരുവനന്തപുരവും BJP ഉറപ്പായും ഇതിനകം തന്നെ ജയിച്ചു കഴിഞ്ഞു എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. മറ്റേതൊക്കെ മണ്ഡലം പിടിക്കാം എന്നുള്ള ശ്രമമാണ് തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് SDPI, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ, PDP, ഇവരുടെയൊക്കെ നിലപാടുകളെ, ഇവരെയൊക്കെ വെള്ളപൂശാനാണ് UDFും LDFും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതും അവർക്ക് തിരിച്ചടി ആകാൻ കാരണമാകും. തൊട്ടിപ്പുറത്ത് അതിനെതിരായ ഒരു ധ്രുവീകരണം ഉണ്ടാകുമെന്നും സുരേന്ദ്രൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും BJP ഇത്തവണ ക്രൈസ്തവ വോട്ടുകൾ, ഇതുവരെ കിട്ടാതിരുന്ന ക്രൈസ്തവ വോട്ടുകൾ ഇത്തവണ കിട്ടും എന്ന് തന്നെ സുരേന്ദ്രൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. എൽദോ. ശരി, ജി ശ്രീജിത്താണ് കോട്ടയത്ത് വിവരങ്ങൾ നൽകിയത്. പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ് അവിടെ BJP ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ. പ്രത്യേകിച്ചും കൂടുതൽ ഇടത് വലതു മുന്നണികൾ SDPI പോലുള്ള സംഘടനകളുടെ സപ്പോർട്ട് ഏറ്റുവാങ്ങുന്നു എന്നുള്ളതാണ് BJPയുടെ ആരോപണം. എന്നാൽ നമ്മൾ ജി ശ്രീജിത്തിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. ശ്രീജിത്ത്, കെ സുരേന്ദ്രൻ അത് പ്രത്യേകിച്ചും അത് കോട്ടയത്ത് ആണ് അത് പറയുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഏറ്റവും ശ്രദ്ധേയമായിട്ട് കാര്യം. കോട്ടയം ഒരുപാട് ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ പ്രാധാന്യത്തോടുകൂടി BJP ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ, മധ്യകേരളം മൊത്തത്തിൽ. അപ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി ഇതിൽ ചേർത്ത് വായിക്കണം. ഇനി കെ സുരേന്ദ്രൻ്റെ ഈ പ്രതികരണത്തിൽ മറ്റ് മുന്നണികൾ കരുതേണ്ടത് എന്താണ്? എത്രമാത്രം ഈ NDAയിലേക്ക് ഈ ക്രിസ്ത്യൻ വോട്ടുകൾ രൂപപ്പെടും, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ NDAയിലേക്ക് പോകുമെന്നുള്ള ഒരു കണക്കുകൂട്ടലൊക്കെ ഈ LDFനും UDFനും ഒക്കെ അവർ അങ്ങനെ കണക്കുകൂട്ടുന്നുണ്ട് അവരുടെ ക്യാമ്പുകൾ? തീർച്ചയായും LDFനും UDFനും ഒക്കെ ഇക്കാര്യത്തിൽ വ്യക്തമായ ധാരണകൾ തന്നെ ഉണ്ട്. എൽദോ, അതൊരു വലിയ ശതമാനം ക്രൈസ്തവ വോട്ടുകൾ അങ്ങനെ NDAക്ക് കിട്ടുമെന്നോ ഈ സുരേന്ദ്രൻ പറഞ്ഞ അവകാശവാദത്തെ അംഗീകരിക്കാനൊന്നും LDFോ UDFോ തയ്യാറല്ല. അവരങ്ങനെ പ്രതീക്ഷിക്കുന്നുമില്ല. ഇപ്പോൾ ചിലയിടങ്ങളിൽ ചില വോട്ടുകൾ, ഒരുപക്ഷെ കുറച്ച് വോട്ടുകൾ BJPക്ക് കിട്ടിയേക്കാം. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെയുള്ള തെരഞ്ഞെടുപ്പിൽ ആ വോട്ടുകളൊന്നും പക്ഷേ BJPയുടെ വിജയത്തിന് കാരണമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കില്ല എന്ന് തന്നെയാണ് LDFന്റെയും UDFന്റെയും വിലയിരുത്തൽ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് PP ജോസഫ്, ഈ കെ സുരേന്ദ്രന്റെ പ്രതികരണം അത് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടോ എന്നറിയില്ല. കെ സുരേന്ദ്രൻ ന്യൂസ് 18 പറഞ്ഞത് ക്രൈസ്തവർക്കിടയിൽ സ്വതന്ത്ര ചിന്താഗതിയുണ്ട്, ഇതുവരെ കിട്ടാതിരുന്ന വോട്ടുകൾ ഇത്തവണ BJPക്ക് കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെ കരുതാൻ കഴിയുമോ? എന്താണ് താങ്കളുടെ പ്രതികരണം? വോട്ടിന്റെ അവസ്ഥയിലേക്ക് എത്തേണ്ടതെന്ന് അറിയത്തില്ല. എങ്കിൽ പോലും ഒരു സ്വതന്ത്രമായ പ്രതികരണം എല്ലാവരിലും എത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടുണ്ട്. വോട്ടൊക്കെയായി എത്രണ്ട് മാറുമെന്ന് കണക്കൂട്ടാനോ പറയുവാനോ പറ്റത്തില്ല. എങ്കിൽ പോലും ഒരു ഒരു ചിന്താഗതി, സ്വതന്ത്ര ചിന്താഗതി, ഇവിടുത്തെ ഒരു സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു അവസരം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നൽ പിന്നെ എല്ലാവരും ജനിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു കാലക്രമേണ അതൊരു മാറ്റമായി മാറാം. ഇപ്പോൾ വന്നില്ലെങ്കിൽ പോലും ഭാവിയിൽ അതൊരു ചൂണ്ടുപറയുകയാണ്. ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ഇതുവരെയുള്ള നിലപാടുകൾ അല്ലെങ്കിൽ ഇതുവരെയുള്ള മുന്നണികൾക്ക് നൽകിയത് കൊണ്ട് ഉണ്ടായ കാര്യം ഇനി ഇല്ല, അല്ലെങ്കിൽ മറ്റൊരു മാറ്റം ആഗ്രഹിക്കുന്നു, അത്തരത്തിലുള്ള ചിന്താഗതിയാണോ കത്തോലിക്ക കോൺഗ്രസിന്? അല്ല, പൊതുവായ കാര്യങ്ങൾ വിലയിരുത്തിയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അവരത് എല്ലാവരും സ്വന്തമായി ചിന്തിക്കാൻ കഴിവുള്ളവരും വ്യത്യാസമ്പന്നമായ ആൾക്കാരാണ് ഈ സമൂഹം. അവർക്കതറിയാം. അവരുടെ കൺമുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ നിലപാടുകൾ എടുക്കുവാൻ യാതൊരു തർക്കമൊന്നുമില്ല. അതാണ് പൊതുവായുള്ള കാര്യമുള്ളത്. ഇല്ലാതെ നമ്മൾ ആരോടും നമ്മൾ അയത്വമൊന്നുമില്ല, അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ നിലപാടുകൾക്കനുസൃതമായിട്ട് കാര്യങ്ങൾ എടുക്കുവാൻ സാധിക്കത്തുള്ളൂ. ഒരു കൂടിയ അതിനോട്, അതാണ് നമ്മൾ പൊതുവായൊരു വിലയിരുത്തൽ. നമ്മൾ എടുത്തു പറയുന്നില്ല, ഇന്നേ ചെയ്യുന്നൊന്നും. അത് പറയേണ്ട സ്വതന്ത്രമായ വിദ്യാഭ്യാസമുള്ള സമൂഹം ചെയ്യും. ഒരു നിലപാടായി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമുണ്ടോ? ഇല്ല, നിലപാട് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യമില്ല. എങ്കിൽ പോലും എല്ലാവരിലും തന്നെ അത് മനസ്സ് ചൂടുമൂലമായി കിടപ്പുണ്ട്. അവരിൽ ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്നും അതിനെന്താണ് പിന്നെ അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു ധാരണ പൊതുവായി രൂപപ്പെട്ട് വരുന്നുണ്ട്. ചെറിയ സമയം കൊണ്ട് അത് എത്തിച്ചേരും. ഈ ഇലക്ഷനോട് കൂടി എത്തിച്ചേർന്നില്ലേ പോലും വരുന്ന സമീപഭാവിയിൽ അത് എത്തിച്ചേരും. അതിന് യാതൊരു തർക്കവും വേണ്ട.
ഈ കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഇപ്പോൾ പ്രധാനമന്ത്രി, ഈ പലപ്പോഴും ക്രിസ്ത്യൻ സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നു. ഇപ്പോൾ കാതോലിക്ക ബാവമാരെ അല്ലെങ്കിൽ ബിഷപ്പുമാരായി ഒക്കെ കൂടിക്കാഴ്ച നടത്താൻ കൂടുതൽ സമയം കണ്ടെത്തുന്ന ഒരു കാര്യങ്ങളൊക്കെ കണ്ടു നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, മാസങ്ങളിൽ. അപ്പോൾ ഇതൊക്കെ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം കൂടുതൽ ഇന്ത്യയുമായി സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? അല്ല, ഇത് സ്വാഭാവികമായും ക്രൈസ്തവ സമൂഹം ഭരണാധികാരികളുമായിട്ട് നേതൃത്വം എപ്പോഴും ഭരണാധികാരികളുമായി ബന്ധപ്പെടുകയും അവരുടെ ഊഷ്മളമായ ഒരു അന്തരീക്ഷമാണ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ പോലും, കുർബാനയിലൊക്കെ പോലും ഭരണാധികാരികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ ഉള്ള ആ ഒരു സമൂഹമാണ്. തീർച്ചയായിട്ടും അവരിൽ നിന്നും കുറച്ചുകൂടെ നല്ലതായ ഒരു പ്രതിഫലം ലഭിക്കുമ്പോൾ നമ്മൾ അവരുമായി എപ്പോഴും ആ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സമൂഹം. അതുകൊണ്ട് തന്നെ പിന്നെ നരേന്ദ്രമോദിയുടെ കാലത്ത് അദ്ദേഹവും അതിന് ശ്രമിച്ചിട്ടുണ്ട്. ചില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പോലും പൊതുവായി ആ ഊഷ്മളമായ ബന്ധത്തിന് കോട്ടവും തട്ടിയിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് മുൻപില്ലാത്ത വിധം ഒരു സൗഹൃദം സൃഷ്ടിക്കാൻ അവിടെ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അല്ല, കേന്ദ്രത്തിന്റെ പ്രവൃത്തിയാണല്ലോ ഇത്. ചില കാര്യങ്ങളിൽ പ്രവൃത്തികൾ പൂർണ്ണമായും വന്നില്ല എങ്കിൽ പോലും അവരുടെ ഒരു പരിശ്രമം നടത്തുന്നത് സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ താങ്കൾ പറയുന്നത് ഈ കെ സുരേന്ദ്രൻ പറഞ്ഞതിൽ ചിലപ്പോൾ കാര്യങ്ങളുണ്ടാകും. നാളുകളിൽ സംഭവിക്കാൻ വരാഴിയില്ല. ഇതിന്റെ ഇവിടുത്തെ കേരളത്തിന്റെ അവസ്ഥ കണ്ടിട്ട്. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് പി ജോസഫ്. ഞാൻ സണ്ണി ജോസഫ് എം എൽ എ കൂടി ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ സണ്ണി ജോസഫ്, ഈ കെ സുരേന്ദ്രൻ പറഞ്ഞത് കൂടുതൽ സ്വതന്ത്ര ചിന്താഗതിക്കാർ വരുന്നു എന്നുള്ളതാണ്. അവർ കൂടുതൽ ക്രൈസ്തവ വോട്ടുകൾ അത് കിട്ടുമെന്ന് BJP കണക്കുകൂട്ടുന്നു. ന്യൂസ് 18നോടായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം. ക്രൈസ്തവർക്കിടയിൽ അത്തരത്തിലൊരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ടോ ശ്രീ സണ്ണി ജോസഫ്? സുരേന്ദ്രന് സ്വപ്നം കാണാനുള്ള അവകാശം ഞാൻ നിഷേധിക്കുന്നില്ല. എല്ലാ വോട്ടും കിട്ടുമെന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാം, അതിൽ കിട്ടില്ല. പക്ഷെ എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ഈ നമ്മുടെ രാജ്യമല്ലേ മണിപ്പൂര്, ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന പീഡനങ്ങള് ലോകം മുഴുവൻ ചർച്ചയായിട്ടില്ലേ? യൂറോപ്യൻ പാർലമെന്റിൽ ചർച്ച ചെയ്തില്ലേ? വിദേശ രാജ്യങ്ങളിൽ അത് ചർച്ചയായില്ലേ? ഇവിടെ ക്രൈസ്തവരുടെ അത് വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടില്ലേ? ന്യൂനപക്ഷങ്ങളോട് പൊതുവിൽ സ്വീകരിക്കുന്ന സമീപനം BJPയുടേത് എന്താണെന്ന് എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അറിയാം, ക്രൈസ്തവർക്കും അറിയാം. അതില് സുരേഷ് ഗോപി മാതാവിനെ ഒരു കിരീടം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ജയിച്ച 10 ലക്ഷം രൂപ നേർച്ച നടന്നുകൊണ്ടോ ഒന്നും ഈ ജനങ്ങളുടെ മനസ്സ് മാറില്ല. അവർക്ക് നന്നായിട്ട് കേരളത്തിലെ പൊതുസമൂഹം നല്ല രാഷ്ട്രീയ ബോധമുള്ളവരാണ്. ഈ മണിപ്പൂർ വിഷയം വലിയ വിവാദമായി നിലനിൽക്കുന്നു എന്നുള്ളത് ശരി തന്നെ. അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദീപികയുടെ മുഖപ്രസംഗം ഉൾപ്പെടെ കോട്ട് ചെയ്യാം, ആ സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുമായി നിരന്തരം ബന്ധപ്പെടാനും നിരന്തരം കൂടിക്കാഴ്ചകൾ നടത്താനും ഒക്കെയുള്ള ഒരു ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഒരുപക്ഷെ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ സഭാ നേതൃത്വങ്ങളുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചിരുന്നു നരേന്ദ്രമോദി ഈ ടേമിൽ. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ NDAയുടെ കണക്കുകൂട്ടലിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നാണോ? മണിപ്പൂർ മണിപ്പൂർ അദ്ദേഹം അവിടെ പോയോ? ആ സ്റ്റേറ്റിൽ പോയോ? എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? അദ്ദേഹത്തിന്റെ കാപട്യം വിവരമുള്ളവർക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ലീഡർഷിപ്പും വളരെ വിദ്യാഭ്യാസവും വിവരമുള്ളവരാണ്, വളരെ പക്വതയുള്ളവരാണ്. ജനവിഭാഗങ്ങൾ അതിനേക്കാൾ പ്രതികരണ ശേഷിയുള്ളവരാണ്. They will react against the present central government, definitely. ശരി, വളരെ നന്ദി ശ്രീ സണ്ണി ജോസഫ് എം എൽ എ പ്രതികരിച്ചു. എന്നാണെങ്കിലും BJP സംസ്ഥാന അധ്യക്ഷൻ വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ പ്രതികരണം അത് ന്യൂസ് 18നോടായിരുന്നു. ഞാൻ G ശ്രീജിത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീജിത്ത്, കെ സുരേന്ദ്രന്റെ പ്രതികരണത്തിന് അത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അപ്പം തന്നെ തൊട്ടു മുമ്പ് നമ്മൾ പ്രതികരിച്ച കത്തോലിക്ക കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PP ജോസഫും അത്തരത്തിലൊരു സ്വതന്ത്ര ചിന്ത ഈ ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിന് അവർ നിഷേധിക്കുന്നില്ല, അങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു സൂചനയൊക്കെ പറയുന്നു. പക്ഷെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഞാൻ അത് നിലപാടായി പറയുന്നതല്ല, പക്ഷേ അതിലൊരു സൂചന ആ വാക്കുകളിൽ ഒളിഞ്ഞു കിടക്കുന്നത് പോലെ ഈ BJP ഉള്ള ശ്രമങ്ങൾ, പ്രത്യേകിച്ചും ക്രൈസ്തവരുമായി കൂടുതൽ അടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഈ വോട്ടിലേക്ക് കൂടുതൽ അടുപ്പിക്കുമെന്നുള്ള ഒരു കണക്കൂട്ടൽ അത് ഏറെക്കുറെ സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയാണ് സുരേന്ദ്രൻ പങ്കുവച്ചത്. ഇതിനെ രാഷ്ട്രീയമായി എങ്ങനെ കാണണം? എങ്ങനെയാണ് ഇതിനെ ഒരു വിലയിരുത്തുക പൊളിറ്റിക്കലി?
തീർച്ചയായും എൽദോ, കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം മാറുന്നതിന്റെ സൂചനകൾ കൂടിയാണ് ഇത് എന്ന് തന്നെ തീർച്ചയായും പറയേണ്ടി വരും. ചെറിയ തോതിലാണെങ്കിലും ഇത്തരം ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം ഒരു പരിധിവരെ കെ സുരേന്ദ്രന്റെ നിലപാടുകൾ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇപ്പൊ തൃശ്ശൂരിലെ കത്തോലിക്ക കോൺഗ്രസ് സുരേഷ് ഗോപിക്കെതിരെ രംഗത്ത് വരികയാണ് ചെയ്തത്. ഇതെല്ലാം പ്രാദേശികവും വ്യക്തിപരവും ഒക്കെ പലയിടത്തും മാറുന്നുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാന വ്യാപകമായ ഒരു അതിജീവന യാത്ര എന്ന പേരിൽ ഈ വന്യജീവി ആക്രമണമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തിയിരുന്നു. അതിൽ അവർ കൂടുതലും കുറ്റപ്പെടുത്തിയത് സംസ്ഥാന ഗവൺമെന്റിനെ മാത്രമാണ്. കേന്ദ്ര ഗവൺമെന്റിനെ ചോദിക്കുമ്പോഴുള്ള ഉത്തരമായി ഒന്ന് പേരിന് എന്തെങ്കിലും പറയുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിനെതിരായ ഒരു വലിയ പ്രതിഷേധ പരിപാടിയായി അത് മാറ്റിയിരുന്നു അവർ. അപ്പോൾ അവിടെ ബി ജെ പിയുമായി ഒന്ന് അകന്നു നിൽക്കാൻ സാധാരണഗതിയിൽ കേന്ദ്രത്തെയും കുറ്റപ്പെടുത്തേണ്ടതാണ്. പക്ഷെ ആ നിലയിൽ അവർ ചെയ്തിട്ടില്ല. ഈ മണിപ്പൂർ സംഭവം അടക്കം കാണിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം പി സി ജോർജ് ഒക്കെ പറയുന്നത് ക്രൈസ്തവ പള്ളികൾ എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനപ്പുറത്തേക്ക് ഹിന്ദു ദേവാലയങ്ങളും തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് വസ്തുതാപരമാണോ എന്നറിയില്ല. പക്ഷെ ബി ജെ പിയുടെ ഒരു പ്രചരണം ഇങ്ങനെയാണ് എന്നുള്ളതാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്ത് കാണേണ്ടത്. എന്തായാലും ഒരു ചെറിയ വിഭാഗം വോട്ടെങ്കിലും സാധാരണ ബി ജെ പിയുടേത്. ശരി, ജി ശ്രീജിത്ത് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കൂടുതൽ ക്രൈസ്തവ വോട്ടുകൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷ പ്രകടിപ്പിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ ന്യൂസ് 18 പ്രതിനിധി ജി ശ്രീജിത്തിനോടൊപ്പം.